ഹായ് ഓൾ. കഴിഞ്ഞ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. കറി വയ്ക്കാൻ മടിയായതുകൊണ്ട് ഞാനൊരു ഈസി പീസി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ റൈസൊന്നുമല്ല, ഇത് നോർമലായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാ ഡെയിലി യൂസ് ചെയ്യുന്ന റൈസ് കൊണ്ടുണ്ടാക്കിയ ചോറാണ്. ഇത് ഇവിടുത്തെ റേഷനരിയാണ്. നമ്മുടെ നാട്ടിലെ റേഷനരി കിട്ടുന്ന പോലെ ഇവിടെ ഖത്തറിലും ഖത്തറീസിന് റേഷനരി കൊടുക്കും. ആ അരിയാണ് കേട്ടോ അത്. കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ. അപ്പോൾ അതിനകത്ത് നോർമൽ മസാലകളാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇത് ചേർത്തിട്ടാണ്. മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മസാലകൾ ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഫ്രൈഡ് റൈസിലിടുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാണല്ലോ നല്ലത്. അത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ പോലെ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ട് ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കി ചെയ്യുന്നത്. കാരണം ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ഫ്ലേവർ ആ എണ്ണയിലുള്ളതുകൊണ്ട് ഞാൻ ആ എണ്ണയിൽ തന്നെയാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം കോരിയെടുത്ത് ഫ്രൈ ചെയ്തൊക്കെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് എടുക്കുന്നത്. ക്യാപ്സിക്കം, ക്യാരറ്റും പച്ചമുളകാണ് ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്നത്. ഇത് റെഡ് ക്യാപ്സിക്കം, ദെൻ ദ ഗ്രീൻ ആൻഡ് ക്യാരറ്റ്, പിന്നെ പച്ചമുളകും, പിന്നെ ഒരു മുട്ടയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ സെയിം ഓയിലിലേക്ക് തന്നെ, സൺഫ്ലവർ ഓയിലിലേക്ക് തന്നെ ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. മുട്ട ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ എഗ്ഗ് തന്നെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്, പിന്നെ ഇതിനകത്ത് ഞാനിത് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് പതയായി വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിലാണല്ലോ മുട്ട നമ്മൾ ഫ്രൈ ആക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു ബബ്ലി പോലെ ഫ്രൈ ആയിട്ട് ഓയിൽ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു. എഗ്ഗ് ഏകദേശം ആയ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇടാം. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഈസിയാണ്. കറിയൊക്കെ ഉണ്ടാക്കാൻ ടൈം എടുക്കേണ്ട, മടിയാണെന്നുള്ളവർക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയില്ല. നമുക്ക് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ഒരു ഫ്രൈഡ് റൈസ് റെഡി ആവുകയും ചെയ്യും. അതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എഗ്ഗും ചിക്കനും വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നതായതുകൊണ്ട്. അപ്പം ഞാനിനി വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ക്യാപ്സിക്കംസ്, റെഡും ഗ്രീനും, പിന്നെ ക്യാരറ്റ്, പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഇത് വല്ലാതെ വെന്ത് പോകരുത്. ഈ വെജിറ്റബിൾസ് വെന്ത് പോകരുത്, ക്രിസ്പി ഇതിൽ തന്നെ ഇരിക്കണം. വെന്ത് പോയി ഇങ്ങനെ ഉടഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇതിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം. സീ ദ കളർ. ഈ ക്യാപ്സിക്കം പല കളറും ക്യാരറ്റും ഒക്കെ കൂടി ആയതുകൊണ്ട് ഒരു അടിപൊളി കളറായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് സോൾട്ട് ചേർക്കണം. നമ്മൾ ഓൾറെഡി നമ്മൾ വെച്ചിരിക്കുന്ന ചോറ് നോർമൽ റൈസാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറിലും കൂടെ മിക്സ് ആവുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് സോൾട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യാം ഫ്രൈഡ് റൈസിനകത്ത്. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ടേസ്റ്റ്, സോയാ സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർക്കാം. ചിക്കൻ ഞാൻ കുറച്ചും കൂടി ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് വലുപ്പം കൂടിപ്പോയി. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആദ്യത്തെ സെക്ഷൻ റൈസ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അതിനകത്ത് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അളവ് മനസ്സിലാവുമല്ലോ. റൈസ് കൂടുതലായിപ്പോയി ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ, കുറവാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്.
ഇനി റൈസ് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും റൈസിൻ്റെ കളർ മാറി ആ മസാലയൊക്കെ റൈസിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർത്തില്ലെങ്കിലും നമ്മൾ ഈ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ കളറും കൂടെ മിക്സ് ആയിട്ടാണ് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെയും ഒക്കെ ഒരു കളറാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്, റെഡി ടു സെർവ് ആണ്. കുറച്ച് നേരം വെച്ചിട്ട് ഒരു ഓവനിലൊന്ന് ചൂടാക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.